അപ്പോൾ ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുള്ളത് കാലിക്കറ്റിലാണ്. കാലിക്കറ്റ് നമ്മൾ ബീച്ചിലാണ് ഉള്ളത് കേട്ടോ. ബീച്ചൊക്കെ ഒരുപാട് മാറി, സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് മുൻപ് വന്നതാണ് കേട്ടോ, ഇവിടെ കുറേ മുൻപ് വന്നതാണ്. ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് നമ്മൾ പല പരിപാടികളായിട്ട് വരാറുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ചായി വന്നിട്ട്, പിന്നെ വന്നാലും ബീച്ച് സൈഡിലേക്കൊന്നും പോകാനുള്ള സമയം കിട്ടാറില്ല. ഇതൊരു ഒഫീഷ്യൽ പരിപാടിക്ക് വന്നത് തന്നെയാണ്. പക്ഷേ നമുക്ക് ലഞ്ച് ടൈമിൽ കുറച്ച് സമയം ഫ്രീ കിട്ടിയ ആ ഒരു സമയത്ത് നമുക്കൊന്ന് ബീച്ചിൽ പോവാം. ബീച്ചിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു നമുക്ക് ജോബ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങിയതാണ്. നമ്മളെ സഹപ്രവർത്തകരെ തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോസിലൊക്കെ കാണുന്നത്. ഇവർ രണ്ടുപേർക്കും ഒരു പ്രത്യേകത ഉണ്ടോ, ഇവർ രണ്ടുപേരും കടൽ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ കടൽ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ, കടലിനെ തൊട്ടറിയുന്നതിൻ്റെയൊക്കെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് തന്നെ നമുക്ക് നമ്മളെ മക്കളെ കൊണ്ട് കടൽ കാണിക്കാൻ പോയ പോലുള്ളൊരു ഫീലൊക്കെയാണ് എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞാൽ. എന്തായാലും അവർ കടൽ എൻജോയ് ചെയ്യട്ടെ. കടൽ നല്ല ശാന്തമായ കടലും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യട്ടെ. അവർക്ക് ആ വെള്ളം ഇങ്ങോട്ടടിച്ച്, തിരമാല ഇങ്ങോട്ടടിച്ച് കയറി വരുന്നതും ഒക്കെ ശരിക്കും ഒരു രസകരമായ സംഭവം തന്നെയാണ്. പിന്നെ ഇതുപോലെ ചില കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ സമയം ചിലവഴിച്ചു. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളൊരു 10-20 പേരുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാവരും ഒന്നും നമ്മുടെ വീഡിയോസിലില്ല, കുറേ പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനി കുറേ കാലം കഴിഞ്ഞ് നമുക്ക് കാണുമ്പോൾ ഇതൊക്കെ ഒരു സന്തോഷം നൽകുന്ന നിമിഷങ്ങളായി മാറട്ടെ. അതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ വ്ളോഗൊക്കെ ചെയ്യുന്നത് അല്ലേ. നമ്മളെ കൊളീഗ്സായിട്ട് ഇങ്ങനെ ചുറ്റി നടക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഇവരൊക്കെ നമ്മളെ പിരിഞ്ഞു പോകാം, നമ്മളിവരെ പിരിഞ്ഞു പോകാം അല്ലേ. നമ്മൾ വേറെ ജോലിയിലേക്ക് പോകാം, അല്ലെങ്കിൽ അവർ വേറെ ജോലിയിലേക്ക് പോകാം. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ നമുക്കിത് എടുത്തു വെച്ച് കാണുമ്പോൾ ഒരു ഫീല് വേറെ അല്ലേ കിട്ടാം. അപ്പോൾ ഇതാണ് നമ്മളെ പരീക്കുട്ടി കേട്ടോ. പരീക്കുട്ടി പിന്നെ ഇതിലെങ്ങനെ പാടിപ്പാടി നടക്കും. നമ്മളെ ചെമ്മീനിലെ പരീക്കുട്ടി തന്നെയല്ലേ പാടിപ്പാടി നടക്കുന്ന ആൾ? ഇനി അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അറിയുന്നവർ, കാരണം പടമൊക്കെ കുറേ കാലം മുൻപ് കണ്ടതാണ്. പരീക്കുട്ടിക്ക് പിന്നെ വേറൊരു ഫീലാണ്, അങ്ങനെ പാടി കടലിലൂടെ നടക്കണം എന്നുള്ളതാണ് ആളുടെ ഫീൽ. അങ്ങനെ കളിയിലും കാര്യങ്ങളിലൊന്നും. പിന്നെ കുറേ ആളുകൾ ഫുഡിൻ്റെ ഐറ്റംസിൻ്റെ മറ്റേ നമ്മളെ സുറുക്കയിലിട്ട സംഭവങ്ങളും പിന്നെ ഐസ്ക്രീംസും മറ്റേ ഐസ് വരുത്തി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ പിന്നെ എൻജോയ് ചെയ്താണ്ട് അപ്പുറത്തൊരു സൈഡിലുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പേരവിടെ ചോറുണ്ട്, റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും ഇതിലില്ല. ഉള്ളവരെല്ലാവരും നമുക്ക് ഓർക്കാനും കാണാനും ഒക്കെ പിന്നീട് രസകരമായ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാനും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ. ഈ സ്പെഷ്യൽ ക്യാരക്ടറിൻ്റെ വീഡിയോ ഉടൻ തന്നെ വരും കേട്ടോ. അപ്പോൾ ഐ ലവ് കോഴിക്കോട്.